السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിൻ്റെ മോചനത്തിനും അവരുടെ ഇഹപര മോക്ഷത്തിനും വേണ്ടി എല്ലാ കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്കും യോജിക്കുന്ന നിലക്ക് അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ കൃത്യമായ ആശയങ്ങളെയും അതിൽ പ്രതിപാദിച്ചിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങളുടെയും കടക്കൽ കത്തിവെക്കുന്ന നിലക്ക് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികലമായ ആശയങ്ങൾ, ആ ആശയങ്ങൾ സ്ഥിരീകരിക്കുവാൻ വേണ്ടി അവർ പലപ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷുദ്ര കൃതികൾ, ആ കൃതികളുടെ കൂട്ടത്തിൽ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ രചിക്കപ്പെട്ട, അദ്ദേഹത്തിന്റെ ആപദാനങ്ങൾ മഹത്വങ്ങൾ എന്ന പേരിൽ വിശദീകരിക്കപ്പെട്ട മുഹയ്യിദ്ദീൻ മാലയിലെ ഇസ്ലാം വിരുദ്ധമായ വരികളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമുദായം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി മറ്റു ചില ആശയങ്ങളിലേക്ക് ചേക്കേറാതിരിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും കൂട്ടി ഈ മണ്ണിൽ നിലനിർത്തിയ ഇസ്ലാമിന്റെ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ശുദ്ധമായ കലിമത്തിന്റെ പൊരുളിൽ വിഷം കലർത്താതിരിക്കാൻ ഈ സമുദായത്തിന്റെ സാധാരണ ജനങ്ങളുടെ ശുദ്ധമായ ഹൃദയങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളുടെയും ഖുറാഫാത്തുകളുടെയും
വിഷജീവികൾ കടന്നു കയറാതിരിക്കാൻ ശക്തമായ നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം എല്ലാ സന്ദർഭങ്ങളിലും ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ അതാത് കാലഘട്ടങ്ങളിൽ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ കാലത്ത് ഈ ഒരു കൃതിയുടെ മുഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ സമുദായത്തെ ഇതിൻ്റെ അകത്തുള്ള വിഷലിപ്തമായ വരികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. അത് ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ അറിയാതെ ഇതിൽ പെട്ടുപോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ അങ്ങനെ മാത്രമേ നീങ്ങൂ എന്ന് ശഠിക്കുന്നവരോട് സഹതപിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അല്ലാഹുവേ, നീ എല്ലാവർക്കും നേരിന്റെ പൊൻവെളിച്ചം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ഈ സത്യത്തിന്റെ സന്ദേശം ജനങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി നാം കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഒരൽപ്പം വിശദമായി തന്നെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ഇനിയും പലതും വിശദീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന ചില പ്രധാന വരികൾ മാത്രമേ ഇനിയും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നാം അത് മനസ്സിലാക്കുക, അതിന്റെ ഗൗരവം അറിയുക. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ അത് ഖുർആൻ പോലെ സത്യസന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സമീപിക്കുന്നുണ്ട്. അവരെ അത് പറഞ്ഞു മനസ്സിലാക്കി, സഹോദരി, നിങ്ങൾ ഈ അപകടകരമായ പാതയിലാണ് എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെയും മഹാനായ നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും സൽപാന്താവിലേക്ക് സൽസരണിയിലേക്ക് വരൂ എന്ന സ്നേഹത്തോടുകൂടെയുള്ള ഈ വിളി, ഇതിലെല്ലാവരും ഭാഗവാക്കാവണം എന്നാണ് ഈ ഉള്ളവന് എന്റെ എല്ലാ ശ്രോതാക്കളോടും ഒരുപോലെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പല അപകടകരമായ വരികളെ സംബന്ധിച്ചും നമ്മൾ ഇതിനകം വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം, അതും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന സർവശക്തനായ അള്ളാഹുവിലേക്ക് തവക്കുലാക്കാനും അള്ളാഹുവിനോട് തന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിക്കുവാനും അവങ്കിലേക്ക് മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് അവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരിക്കലും ശിർക്കിന്റെ പാതയിലേക്ക് പോകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം എന്ന നിലക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാലക്കാരൻ അവകാശപ്പെടുന്ന ഒരു സംഗതി ഈ വരികളിലൂടെ ഇയാൾ അവകാശപ്പെടുകയാണ്. കാഫീലക്കാരരെ കള്ളർ പീഡിച്ചാരെ കാണാനീലത്തിന്ന് കബ്കാബാൽ കൊന്നോവർ. ഇതിന്റെ അർത്ഥം ഇതിൽ നിന്ന് തന്നെ ഞാൻ കേൾപ്പിക്കുകയാണ്. തനിക്ക് നേർച്ച നേർന്ന യാത്രാ സംഘത്തെ പിടികൂടിയ കൊള്ള സംഘത്തിന്റെ തലവരെ ശൈഖവറുകൾ കണ്ണെത്താത്ത സ്ഥലത്ത് നിന്ന് മെതിയടി കൊണ്ട് എറിഞ്ഞു കൊന്നു. ഇതാണ് ഈ വരിയുടെ ആശയം എന്നാണ്. കാഫിലക്കാരരെ കള്ളർ പിടിച്ചാരെ കാണാനിലത്തിന്ന് ഖബ്കാബാൽ കൊന്നോവർ എന്നാണ്. കാലിൽ ധരിക്കുന്ന മെതിയടി കൊണ്ട് ദൂരെ നിന്ന് എറിഞ്ഞു കൊന്നു എന്നാണ്. ഇത് നമ്മൾ വിശദീകരിച്ച് അധികമാവേണ്ടതില്ല. എന്താണ് ഈ സംഭവം എന്ന് വിശദീകരിക്കുകയാണ്. ഇതിൽ പറയുന്ന കാര്യം ഷെയ്ഖ് അബൂ അംർ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയും അബൂ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും ഹിജറ 599 ബഗ്ദാദിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ എല്ലാ കഥകളും പലപ്പോഴും കൃത്യ ഡേറ്റ് പറയുമെന്നും അത് ഈ സമുദായത്തെ വഞ്ചിക്കാനുള്ള മറ്റൊരു ഏർപ്പാടാണ്. നിങ്ങൾ നോക്കൂ, ഇവർ രണ്ടുപേരും പറയുകയാണ്, ഞങ്ങൾ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അരികിലായിരുന്നു എന്നാണ് സംഭവം.
ഹിജ്റ 555 സഫർ 3 ഞായറാഴ്ച. വളരെ കൃത്യമാണ്. തന്റെ മദ്രസയിൽ ശൈഖ് അവറുകൾ വുദൂ ചെയ്തു. ജീലാനിയുടെ മദ്രസയിലാണ് ഇവരുള്ളത്. തന്റെ മദ്രസയിൽ ശൈഖ് അവറുകൾ വുദൂ ചെയ്തു. കാലിൽ മെതിയടിയുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചു. സലാം വീട്ടിയപ്പോൾ ശൈഖ് അവറുകൾ ഭയങ്കരമായി ഒരു അട്ടഹാസം. ശൈഖ് ജീലാനി 2 റക്അത്ത് നിസ്കരിച്ചു. സലാം വീട്ടിയപ്പോ ശൈഖ് ഭയങ്കരമായ ഒരു അട്ടഹാസം. തുടർന്ന് തന്റെ ഒരു മെതിയടിയെടുത്ത് അന്തരീക്ഷത്തിൽ എറിഞ്ഞു. ഒരു മെതിയടി എടുത്ത് ഒറ്റ ഏറുമാനത്തേക്ക്. അത് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. ശൈഖ് ഒന്നുകൂടി അട്ടഹസിച്ചു. 2ാമത്തെ മെതിയടിയും അതുപോലെ എറിഞ്ഞു, അപ്രത്യക്ഷമായി. എന്നിട്ട് അവിടെ ഇരുന്നു. എന്താ സംഭവം? ഒരു അട്ടഹാസം അട്ടഹസിച്ചിട്ട് ഒരു മെതിയടി എടുത്ത് എറിഞ്ഞു. മെതിയടി പിന്നെ കാണാനില്ല, അത് പറന്നുപോയി. 2ാമതൊരു അട്ടഹാസം കൂടി അട്ടഹസിച്ചിട്ട് 2ാമത്തെ മെതിയടിയും എറിഞ്ഞു. ആ മെതിയടിയും കാണാതായി. എന്നിട്ട് ശൈഖ് അവിടെ ഇരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്താ സംഭവിച്ചത് ശൈഖേ എന്ന് ചോദിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് 23 ദിവസത്തിന് ശേഷം ഈ സംഭവം ആരും ചോദിച്ചില്ല. പിന്നീട് 23 ദിവസത്തിന് ശേഷം അനറബികളായ ഒരു യാത്രാ സംഘം അവിടെ വന്നു. അറബികളല്ല, അനറബികളായ ഒരു കച്ചവട സംഘം, ഒരു യാത്രാ സംഘം ജീലാനിയുടെ സമീപത്ത് വന്നു. ഞങ്ങളുടെ അരികിൽ ശൈഖ് അവറുകൾക്കുള്ള നേർച്ചയുണ്ടെന്ന് സംഘം അറിയിച്ചു. ഞങ്ങൾ ശൈഖിനുള്ള നേർച്ചയും കൊണ്ടാ വന്നിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. അവരിൽ നിന്ന് അത് വാങ്ങിവെക്കാൻ ശൈഖ് അവറുകൾ ആജ്ഞാപിച്ചു. ജീലാനി പറഞ്ഞു, വാങ്ങിച്ചോളി. അങ്ങനെ അവർ കുറെ പട്ടുവസ്ത്രങ്ങളും സ്വർണവും ശൈഖ് അവറുകളുടെ നേരത്തെ എറിഞ്ഞ 2 മെതിയടിയും ഞങ്ങൾക്ക് നൽകി. സമ്മാനമായിട്ട് കൊണ്ടുവരുന്നത് കുറെ പട്ടുവസ്ത്രങ്ങള്, കുറെ സ്വർണം, അതിന്റെ പുറമെ ശൈഖ് ഇവിടുന്ന് മുമ്പ് എറിഞ്ഞ 2 മെതിയടിയും അതുകൊണ്ട് അവരുടെ കൊല്ല. ഞങ്ങൾ ചോദിച്ചു, ഈ മെതിയടികൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അവർ പറഞ്ഞു, ഇനിയാണ് സംഭവം വിവരിക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടക്ക് സഫർ 3 ഞായറാഴ്ച, അതിന് ആദ്യം തന്നെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സഫർ 3 ഞായറാഴ്ച. അപ്പൊ യോജിപ്പിച്ചു കൊണ്ടുവരാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടക്ക് സഫർ 3 ഞായറാഴ്ച ഒരു കാട്ടറബി കൊള്ള സംഘം ഞങ്ങളുടെ നേരെ വന്നു. 2 തലവന്മാരുടെ നേതൃത്വത്തിൽ അവർ ഞങ്ങളുടെ സ്വത്തുക്കൾ കവർച്ച ചെയ്തു. ഞങ്ങളിൽ ചിലരെ വധിക്കുകയും ചെയ്തു. എന്നിട്ടവർ മലയുടെ താഴ്വരയിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ ഓഹരി ചെയ്യുകയായിരുന്നു. താഴ്വരയുടെ ഒരു ഭാഗത്ത് ഒരു പാർശ്വത്തിൽ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്താ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങളപ്പോ പറഞ്ഞതെന്താണ്? ആ അവസരത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാം ശൈഖ് മുഹീദ്ദീനെ ഓർത്ത് അദ്ദേഹത്തിന് ഒരു ഭാഗം നേർച്ചയാക്കിയാൽ നന്നായിരുന്നു. അതാ ഞങ്ങളപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ശൈഖ് മുഹീദ്ദീനെ ഓർക്കുക. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. വല്ലാത്തൊരു അപകടത്തിലല്ലേ നമ്മൾ പെട്ടുപോയിട്ടുള്ളത്. ധനം മുഴുവൻ അവർ കൈക്കലാക്കി പോയല്ലോ. ഇപ്പോൾ നാം ശൈഖ് മുഹീദ്ദീനെ ഓർത്ത് അദ്ദേഹത്തിന് ഒരു ഭാഗം നേർച്ചയാക്കിയാൽ നന്നായിരുന്നു. ജീലാനിക്ക് നേർച്ചയാക്കുകയാണ്. ജീലാനിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശൈഖ് ജീലാനിക്ക് നേർച്ച നേരുന്നു. പെട്ടെന്നതാ 2 ഭയങ്കര ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. പെട്ടെന്നതാ 2 ഭയങ്കര ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. കൊള്ളക്കാരുടെ അടുക്കൽ കൊള്ള ചെയ്യപ്പെട്ടവര് വിശദീകരിക്കുകയാണ്. ആ താഴ്വരയിൽ ശബ്ദം നിറഞ്ഞു നിന്നു. മാത്രമല്ല കൊള്ള സംഘം ഭയപ്പെടുത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ വല്ല കൊള്ളക്കാരും ഇവരെ കടന്നു പിടിച്ചോ എന്ന്. താമസിച്ചില്ല, ആ സംഘത്തിൽ നിന്ന് ചിലർ ഞങ്ങളെ സമീപിച്ചു പറഞ്ഞു. യാത്രക്കാര് പറയണ്, ഞങ്ങൾ ഇങ്ങനെ ഓർത്തേയുള്ളൂ, ശൈഖ് മുഹീദ്ദീൻ ശൈഖിനെ ഒന്ന് ഓർത്തേയുള്ളൂ, നേർച്ചയാക്കണം എന്ന് വിചാരിച്ചേയുള്ളൂ. അപ്പോഴേക്കതാ അവിടെ ഭയങ്കര അട്ടഹാസമാണ്. ആ കൊള്ളക്കാരിൽ നിന്നൊരാൾ ഞങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് വന്ന വിപത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കൂ. തുടർന്ന് അവർ ഞങ്ങളെ അവരുടെ 2 തലവന്മാരുടെ അരികിലേക്ക് കൊണ്ടുപോയി. ഈ വന്ന ആളുകൾ അവരുടെ കൊള്ളസംഘത്തിന്റെ ആളുകളുടെ അരികിലേക്ക് കൊണ്ടുപോയി. നോക്കുമ്പോൾ അവർ 2 പേരും മരിച്ചിരിക്കുന്നു.
2 കൊള്ള നേതാക്കന്മാരും മരിച്ചിരിക്കുന്നു. അവരിൽ ഓരോരുത്തരുടെയും അരികിൽ ഇതിൽ ഓരോ മെതിയടിയുണ്ട്. ഓരോരുത്തരുടെയും അരികിൽ ഓരോ മെതിയടിയുണ്ട്. അപ്പൊ ജീലാനി എറിഞ്ഞപ്പോ ഒന്നാമന്റെ തല പൊട്ടി, അവൻ മരിച്ചതാണ്. രണ്ടാമത് എറിഞ്ഞപ്പോ മറ്റവന്റെ തലയും പൊട്ടി, അവൻ മരിച്ചതാണ്. മെതിയടി വെള്ളം കൊണ്ട് നനഞ്ഞിരുന്നു. അങ്ങനെ അവർ ഊതൊടുത്ത മെതിയടിയല്ലേ. അപ്പങ്ങോട്ട് ഊതൊടുത്തി പിന്നെ നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഏറ്, എത്രയോ ദൂരത്തേക്കാണ് ഏറ്. അങ്ങനെ അവർ ഞങ്ങളുടെ സ്വത്തുക്കൾ മടക്കി തന്നു. ഇതിലെന്തോ വലിയ രഹസ്യമുണ്ടെന്നവർ പറയുകയും ചെയ്തു. ഇതാണ് കഥ സഹോദരന്മാരെ. എന്താ ഇതിൽ പറഞ്ഞത്? അതാണ് വിശദീകരിക്കപ്പെട്ടത്. കഫീലക്കാരേ കള്ളർ പീഡിച്ചാരേ കാണാനീലത്തീന്ന് കബ്കാബാൽ കൊന്നോവർ. കാഫിലക്കാരെ കള്ളന്മാര് പിടിച്ചപ്പോ, ശത്രുക്കൾ വന്നപ്പോ, കൊള്ള ചെയ്യപ്പെട്ടപ്പോ, വധിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോ, ഇതിനേക്കാൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി എന്താ ബുദ്ധിമുട്ട് വരാനുള്ളത്? ഇതിനേക്കാൾ ഇനി ഒരു ആപത്ത് എന്താ വരാനുള്ളത്? ആ അവസരത്തിൽ അവർ ജീലാനിയെയാണ് ഓർത്തത്. ജീലാനിക്ക് നേർച്ച നേരുകയാണ്. ജീലാനി അവിടേക്ക് അത് കേൾക്കുന്നു. മനസ്സിൽ ഇവിടെ നിന്ന് വിചാരിച്ചപ്പോഴേക്ക് അങ്ങ് ബഗ്ദാദിലുള്ള ജീലാനി അത് അറിയുന്നു. എന്റെ മുരീദുമാർ അപകടത്തിലാണ്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, അവർ തോന്നിയിട്ടേയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും തന്റെ മുരീദുമാര് അങ്ങകല ദൂരത്തെ അപകടത്തിൽപ്പെട്ട വിവരം ജീലാനി ഇവിടെ ബഗ്ദാദിലിരുന്നു കൊണ്ട് അറിയുന്നു. ആ മനസ്സിന്റെ സങ്കടം കാണുന്നു. താൻ ധരിച്ചിരുന്ന മെതിയടി എടുത്തിട്ട് കൊള്ള സംഘത്തിന്റെ തലവന്മാരെ എറിഞ്ഞു കൊല്ലുന്നു. ഇതാണ് വായിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് നമ്മുടെ ഉമ്മമാര് വിചാരിക്കുന്നത് ഇത് ഇസ്ലാമിന് ഏറ്റവും സഹായകമായ ഗ്രന്ഥമല്ലേ. നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. ആരെ വിളിക്കാനാ സഹോദരാ ഇസ്ലാം പഠിപ്പിച്ചത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലേ മുമ്പ് പലപ്പോഴും സംഭവങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അന്നല്ലേ ശത്രുക്കൾ തട്ടിയെടുത്തു കൊണ്ടുപോയത്? കള്ളം പറഞ്ഞിട്ട് 60ഓളം പണ്ഡിതന്മാരെ, ആ പണ്ഡിതന്മാരെ കൊണ്ടുപോയി വഴിക്ക് വെച്ച് കൊല്ലാൻ ഒരുങ്ങുമ്പോ ആ അപകടത്തിൽപ്പെടുന്ന തന്റെ അരിമ ശിഷ്യന്മാരെ സംബന്ധിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലോ മദീനയിലോ ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടോ? തന്റെ ശിഷ്യന്മാർ അപകടത്തിലാണെന്ന വിവരം അറിഞ്ഞിട്ടുണ്ടോ? തീർന്നില്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു കൊലമരത്തിന്റെ കീഴെ നിർത്തിയിരിക്കുകയാണ്. വധിക്കാനുള്ള സമയത്ത് അതാ വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്ന നേരത്ത് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക. അല്ലാഹുവേ, ഞങ്ങളെപ്പറ്റി നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. ഞങ്ങൾ അപകടത്തിൽപ്പെട്ടല്ലോ. ഞങ്ങളെ പറഞ്ഞേച്ച നേതാവിനാ വിവരം അറിയില്ല. ആ നേതാവിനത് കാണാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, നീ വിവരം അറിയിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. സഹാബിയായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് വിശ്വാസമില്ല. നബി തങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ റസൂലുള്ളാഹി അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കാണുന്നു. ഞങ്ങളുടെ പ്രയാസം അവിടുന്ന് കേൾക്കുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരൊറ്റ സഹാബിയും അങ്ങനെ ചിന്തിച്ചില്ല. ഇവര് പറയുന്നതെന്താ? ഈ ബഗ്ദാദിൽ നിസ്കരിച്ചിരിക്കുന്ന ജീലാനിയതാ മുരീദന്മാരെ കൊള്ള ചെയ്യപ്പെട്ടപ്പോൾ ശൈഖ് ജീലാനിയെ കുറിച്ച് ഓർക്കുന്നത് വരെ അവിടെ പ്രശ്നമൊന്നുമില്ല. ജീലാനിയെ ഓർക്കുന്നതിന്റെ മുമ്പത്തെ കാര്യമാണ് കൊള്ള നടന്നതും. പലരെയും വധിച്ചിട്ടുണ്ട്, കൊള്ളയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നിയതാണ് ജീലാനിയെ ഒന്ന് ഓർത്താൽ എന്താ. അങ്ങനെ ഓർത്തു, നേർച്ച നേർന്നു. അങ്ങനെ ഓർക്കുകയും നേർച്ചയാക്കുകയും ചെയ്തപ്പോ അതാ അങ്ങ് ദൂരത്ത് നിന്ന്, കണ്ണെത്താത്ത ദൂരത്ത് നിന്ന് സഹായം എത്തുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ? പരിശുദ്ധ ഖുർആൻ എന്താ നമ്മളോട് പറഞ്ഞത്? അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം ഫലാ ഗാലിബ ലക്കും, നിങ്ങൾക്ക് നിങ്ങളെ ജയിച്ചടക്കുന്ന ഒരാളുമില്ല കേട്ടോ.
വഇൻ യഖുദുൽകും അല്ല നിങ്ങളെ കൈവടിയുകയാണെങ്കിലോ ഫമൻ ദല്ലദീ ആരുണ്ടടോ യൻസുറുകും മിൻ ബഅദിഹി അല്ലാഹുവിന് ശേഷം നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവൻ ആരുണ്ട് ജനങ്ങളെ? അതുകൊണ്ട് എന്താ പറയാനുള്ളത് റബ്ബിന് നമ്മളോട്? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇതിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണോ അവരങ്ങനെയുള്ള ഈമാനുള്ളവരാണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ മാത്രം വരമേൽപ്പിക്കട്ടെ. ഇത് പഠിപ്പിച്ച മഹാനായ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപകടഘട്ടത്തിലെത്തിയാൽ അല്ലാഹുവിനോട് പറയാറുണ്ട്, അല്ലാഹുമ്മ അൻത അദുദീ വനസീരി ബിക അഹൂലു വബിക അസൂലു വബിക ഉഖാതിൽ. നബി തങ്ങൾ അതാ സ്വഹാബിമാരും യുദ്ധരംഗത്ത് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോ അപകടത്തിൽ പെടുന്ന നേരത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും മുൻകഴിഞ്ഞ അമ്പിയാക്കളെ വിളിച്ച് തേടിയിട്ടില്ല. അവരെ ഓർത്ത് അവരുടെ പേരിൽ നേർച്ച വഴിപാട് അർപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരും ഏതെങ്കിലും സ്ഥലത്ത് അപകടത്തിലെത്തിയാൽ നബി തങ്ങളെ ഓർത്തുകൊണ്ട് നബിയെ വിളിച്ച് സഹായം ചോദിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നേർച്ചയും അവരർപ്പിക്കാറില്ല. മറിച്ച് അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ അൻത അദുദീ നീയാണ് എന്റെ രക്ഷ, അല്ലാഹുവേ നീയാണ് എന്റെ അവലംബം, എനിക്ക് ശക്തി പകരാൻ നീയേ ഉള്ളു റബ്ബേ. വനസീരി എനിക്ക് സഹായം നൽകുന്നവനും അല്ലാഹുവേ നീ മാത്രമാണ്. ബികാഹൂലു നാഥാ നിന്നെ കൊണ്ടേ ഞാൻ ശക്തി ചോദിക്കുന്നുള്ളൂ, നിന്നോട് ഞാൻ ഹൗല് ചോദിക്കുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറുമില്ല. അതുകൊണ്ട് ബികാഹൂലു വബികാസൂലു വബികൗഖാതിലു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. മാത്രമല്ല സഹാബിമാർ വിശദീകരിക്കുന്നത് കേട്ടോളൂ. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാഫ ഖൗമാ ഖാല അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, സ്വഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ഇദാ ഖാഫ ഖൗമാ ഏതെങ്കിലും ജനതയെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ശത്രു വരുന്നുണ്ട്, അല്ലെങ്കിൽ ശത്രുവിന്റെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് അക്രമം വരാൻ ഒരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ശത്രു ആക്രമിക്കുകയാണ്, അത്തരം ഘട്ടത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താ? അവിടുന്ന് ഈ ലോകത്തിന് മാതൃകയായി കാണിച്ചു തരികയാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു. ശത്രുക്കളെ കാണുമ്പോഴും ശത്രുവിൽ നിന്ന് മർദ്ദനമേൽക്കുമ്പോഴും പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം. അല്ലാഹുവേ അവരുടെ നെഞ്ചിന് മുമ്പിലായി റബ്ബേ നിന്നെ ഞങ്ങളാക്കുന്നു. അവരിൽ നിന്നുള്ള എല്ലാ രൂപത്തിലുള്ള അക്രമങ്ങളും മർദ്ദനങ്ങളും അവർ മുന്നിട്ടുകൊണ്ട് ചെയ്യുമ്പോ അല്ലാഹ് നിന്നെ ഞങ്ങൾ അവർക്കിടയിൽ മറയാക്കുന്നു. വനഊദു ബിക അല്ലാഹ് നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണ്. അല്ലാഹ് നിന്നോട് ഞങ്ങൾ കാത്തുകൊള്ളാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹ് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുകയാണ്. മിൻ ശുറൂരിഹിം അവരുടെ എല്ലാ ശർറുകളിൽ നിന്നും, എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്. ശത്രു ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തതുമായ അവനിൽ നിന്ന് വരാനുള്ള എന്തൊക്കെ ശർറുകളുണ്ടോ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് പെട്ടാലും തളരാതെ അവിടുന്ന് നമ്മളോട് പറയാൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ല മതി. വരമേൽപ്പിക്കുവാൻ എത്ര നല്ല വരമേൽപ്പിക്കുവാൻ പറ്റിയവനാണവൻ എന്ന് പ്രാർത്ഥിക്കാനും ആ ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് ഉരുവിടാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഇസ്ലാമികമായ സമ്പ്രദായങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മാലക്കാരൻ എന്താണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാനെ വിളിക്കാൻ ഇവിടെ പറഞ്ഞോ, മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ പറഞ്ഞോ.
നീ നിന്റെ നാഥനെ ഓർക്കണം എന്നല്ലേ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഫദ്കുറുനീ, നിങ്ങൾ എന്നെ ഓർക്കണേ ജനങ്ങളെ, അത് കുറുക്കുമെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. നിങ്ങൾ തവക്കുലാക്കുന്നുവെങ്കിൽ എന്നോട് എന്നെ തവക്കുലാക്കണേ എന്ന് അല്ലാഹു പറഞ്ഞതാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് ഞാനല്ലാതെ എന്ന് അല്ലാഹു ചോദിച്ചതാണ്. അല്ല പോരെ, അല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമയെ സഹായിക്കാൻ അല്ല പോരെ എന്ന് അല്ലാഹു ചോദിച്ചതാണ്. ആ വചനങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം എന്ന ഏറ്റവും തങ്കപ്പെട്ട പ്രാർത്ഥനയും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ട് ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ കണ്ടോ, അപകടത്തിൽപ്പെട്ടപ്പോ ഈ ശൈഖ് ജീലാനിയെ ഓർത്തിട്ടേയുള്ളൂ. മാത്രമല്ല, നേർച്ച എന്ന് പറയുന്നത് ഇബാദത്തല്ലേ? നേർച്ച അല്ലാഹുവിനല്ലാതെ നിർവഹിക്കാൻ പാടുണ്ടോ? അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ, അള്ളാന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ നേർച്ചയാക്കൽ ഇസ്ലാമിൽ പാടുണ്ടോ? നേർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അതും ഇവിടെ ശൈഖിന് വേണ്ടി നേർച്ചയാക്കി. അപ്പോഴേക്കത് മനസ്സറിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സവിടെ ശൈഖ് ജീലാനി അറിഞ്ഞു എന്നും വിശ്വസിച്ചില്ലേ, സഹായിച്ചു എന്നും വിശ്വസിച്ചില്ലേ? നിങ്ങൾ നോക്കൂ, മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ മനുഷ്യ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയാൻ ആർക്കാ കഴിയുക? എന്റെ മനസ്സിലെ വിചാര വികാരങ്ങളും ലോകത്തുള്ള സർവരുടെ മനസ്സിലെ വിചാര വികാരങ്ങളും അറിയുന്നവൻ അല്ലാഹുവല്ലേ? ഇതേപോലെയുള്ള മാലപ്പാട്ടുകളൊക്കെ കേട്ടും പഠിച്ചിട്ടും ആളുകൾ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുന്നു, ഓ ജീലാനി, മുഹീദ്ദീൻ ശൈഖേ എന്ന് അപകടത്തിൽ പെടുമ്പോ അവര് വിളിക്കുമ്പോ അവര് ഉറച്ചു വിശ്വസിക്കുന്നു. അതാ ബഗ്ദാദിൽ കിടക്കുന്ന ശൈഖിനോട് കാര്യം പറയണമെന്നില്ല, വിളിക്കാൻ തോന്നിയാൽ തന്നെ ശൈഖ് അവറുകൾ അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സഹായം അദൃശ്യമായി കിട്ടും. നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം കിട്ടിയേക്കും. കാരണം ഈ കൊള്ളക്കാരി അപകടത്തിൽപ്പെട്ടപ്പോ മനസ്സിലൊന്ന് വിചാരിച്ചപ്പോഴേക്ക് ബഗ്ദാദിലെ ജീലാനി അത് കണ്ടില്ലേ, കേട്ടില്ലേ? അവിടെ നിന്ന് തന്റെ മെതിയടി കൊണ്ട് എറിഞ്ഞിട്ട് ശത്രുവിനെ കൊന്നു കളഞ്ഞില്ലേ? അതുകൊണ്ട് രക്ഷക്ക് നമുക്ക് അങ്ങോട്ട് പറയാം. ഈ വിശ്വാസത്തിലേക്കാ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു മാലയിൽ ഇതിന്റെ സംഭവം വേറെ രൂപത്തിൽ പറയുന്നത് നോക്കൂ. അതെന്താ പറയുന്നത്? കാട്ടിന്നോരുത്തീനെ ഒരുവൻ സീനാക്കായി കയ്യും പൊടിച്ചാരേ മുഹീദ്ദീൻ ശൈഖെന്ന്. എന്താ പറയുന്നൊരു സംഭവം എന്നറിയോ? കാട്ടിന്നൊരുത്തിനെ ഒരുവൻ സിനാക്കായി കയ്യുമ്മൽ പിടിച്ചു. ഒരു പെണ്ണിനെ, കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ ഒരുവൻ സിനാക്കായി, വ്യഭിചാരത്തിനായി കയ്യുമ്മ പിടിച്ചു. അതാ പറയുന്നത്, കാട്ടിന്നൊരുത്തീനെ ഒരുവൻ സീനാക്കായി കയ്യും പൊടിച്ചാരേ മുഹീദ്ദീൻ ശൈഖന്നെ. കാത്തോളീൻ എന്നവൾ പേടിയാൽ വിണ്ടാരേ കാണാ നീലത്തിന്ന് ചെരിപ്പും എറിഞ്ഞോവറ്. നോക്കൂ നിങ്ങൾ, എന്താ ഇവിടെ അവകാശപ്പെടുന്നത്? മുഹീദ്ദീൻ ശൈഖേ എന്നെ കാത്തോളീൻ എന്നീ പെണ്ണാണ് വിളിച്ചു. എന്താ വിളിച്ചത്? മുഹീദ്ദീൻ ശൈഖേ എന്നെ കാത്തോളീൻ എന്നവൾ പേടിയാൽ വിണ്ടാരേ. പേടിച്ചു വിളിച്ചു, ശൈഖേ എന്നെ കാത്തുകൊള്ളണേ എന്ന് വിളിച്ചപ്പോ കാണാ നീലത്തിന്ന് ചെരിപ്പും എറിഞ്ഞോവർ. അതിനാലവനും മാരണപ്പെടുന്നാനേ അവളെ ചെരുപ്പും എടുത്ത് നടന്താനേ. വന്നു വലിയാരിൽ നൽകി വിവരത്തെ വിണ്ടവൾ പോകൈഫ ഋഹാലെ എന്നോവർ. ആ ചെരുപ്പ് എടുത്തിട്ട് അവൾ ജീലാനിയുടെ സമീപത്ത് വന്നു. ഗീലാനിയുടെ സമീപത്ത് ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ദൂരെയായിരിക്കുമ്പോ ഒരുത്തൻ എന്നെ കയറി പിടിക്കാൻ വന്നപ്പോ മുഹീദ്ദീൻ ശൈഖേ എന്നെ കാത്തോളീന്ന് ഞാൻ വിളിച്ചേക്ക് വന്ന ചെരുപ്പാണിത്. ആ ചെരുപ്പ് കൊണ്ടിട്ട് എന്നെ പിടിച്ചോൻ ചത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സന്തോഷം പറയാൻ വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടി അവർ വരികയാണ്. നിങ്ങൾ നോക്കൂ, ഈ സമുദായത്തെ എങ്ങോട്ടായി ഇവർ കൊണ്ടുപോകുന്നു? ഈ സമുദായം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇത്തരം ഘട്ടത്തിലല്ലേ പ്രാർത്ഥിക്കാൻ റസൂലുള്ള പറഞ്ഞത്?
ശത്രു നിന്നെ മർദ്ദിക്കാൻ വരികയാണ്, നിന്റെ മാനഭംഗപ്പെടുത്താൻ വരികയാണ്, നിന്റെ മുതൽ കൊള്ളയടിക്കാൻ വരികയാണ്, നിന്നെ ദ്രോഹിക്കാൻ വരികയാണ്. ആ സമയത്ത് പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അതുപോലെ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. അതുപോലെ തന്നെ അല്ലാഹുമ്മ അൻത അദുദീ വനസീരി. പറഞ്ഞോ, നീ ആത്മാർത്ഥമായി അല്ലാഹുവിനെ വിളിച്ചോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ മാലപ്പാട്ടുകാരൻ പഠിപ്പിക്കുന്നത് ഏത് അപകടഘട്ടമുണ്ടായാലും ജീലാനിയെ വിളിച്ചാൽ തന്നെ അദൃശ്യമായ രൂപത്തിൽ നിനക്ക് സഹായം അവിടെ എത്തുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആശയം, ഏതെങ്കിലും ഒരു വസ്തുവിനെ മുഹീദ്ദീൻ ശൈഖ് വേണമെന്ന് വിചാരിച്ചിട്ടൊരു വസ്തുവിനെ അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് അതങ്ങ് മാറിപ്പോകുന്നു. ശൈഖിന്റെ ഒരു കഴിവ് പറയാണ്, വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നോവർ. ശൈഖവറുകൾ വെറും ഒരു നോട്ടം കൊണ്ട് മാത്രം ഒരു വസ്തുവെ താൻ വിചാരിച്ച പോലെ ആക്കാറുണ്ട്. ആണ് നോക്കിയാ മതി, എന്താവണമെങ്കിൽ അതാണ്ടാവും. ഒരാളെ നോക്കുക, അയാൾ പണ്ട് ഔലിയാകണോ എന്നാ പണ്ട് ഔലിയാകും. അയാളിപ്പോ എന്താവണം, ഒരു മോശപ്പെട്ട ആളാണോ എന്നാ അങ്ങനെ ഉണ്ടാവും. ഒരു വസ്തുവിനെ നോക്കിയിട്ട് എന്താ വിചാരിക്കണേ അതുപോലെ ഉണ്ടാവും. അതിനൊരു കഥ ഉണ്ട്. എന്താ കഥ എന്നറിയോ? വല്ലാത്തൊരു കഥയാണ്. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് കേട്ടോളൂ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിന്റെ അവസ്ഥ രാജ്യങ്ങളിൽ പ്രസിദ്ധമായപ്പോൾ ജീലാനിലെ 3 ശൈഖന്മാര് അദ്ദേഹത്തെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് രാജ്യത്തൊട്ടാകെ പ്രശസ്തിയാർജിച്ചപ്പോ 3 പണ്ഡിതന്മാര് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു. അവർ ബഗ്ദാദിലെ മദ്രസയിൽ വന്ന് ശൈഖവറുകളെ കണ്ടു. ശൈഖവറുകൾ അപ്പോൾ ഇരിക്കുകയാണ്. അപ്പൊ ശൈഖുകളുടെ മദ്രസയിൽ ഇരിക്കണം. കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്. താൻ വുളു ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂളി ഖിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിയിട്ടുണ്ട്. വുളു ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂളി അല്ലെങ്കിൽ കിണ്ടി എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ, അത് ഖിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖിബിലയുടെ ഭാഗത്തേക്ക് തന്നെ അതിന്റെ വാലിങ്ങനെ തിരിച്ചു വെക്കേണ്ടിയിരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ ഖിബിലയുടെ നേരെ അല്ല വുളു എടുക്കുന്ന കിണ്ടിയുടെ വാല് തിരിഞ്ഞിരിക്കുന്നത്, വേറെ ഏതോ ഭാഗത്തേക്ക് തെറ്റിയിട്ടായിരിക്കുന്നത്. പരിചാരകൻ മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഉളുവൊക്കെ എടുത്തു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഭൃത്യനുണ്ട്, മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇത് കണ്ട് സന്ദർശകരായ ശൈഖുമാര് ശൈഖവറുകളെ വിമർശിക്കും പോലെ പരസ്പരം നോക്കി. വന്ന ശൈഖുമാര് മുഹീദ്ദീൻ ശൈഖിനൊരു വിമർശന രൂപത്തിലൊരു നോട്ടം. എന്താപ്പ ഇയാൾ ഇങ്ങനെ, എന്താപ്പ കിണ്ടിയുടെ വാലിങ്ങനെ കിബിലക്ക് നേരെ അല്ലല്ലോ, ഇതെന്താപ്പ ഇങ്ങനെ തെറ്റിയൊക്കെ ഇരിക്കണത്, ആളില്ലാഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഭൃത്യൻ ഇവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. ഇവര് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തപ്പ ഇത് ഇങ്ങനെ ഒരു വെറുതെ അങ്ങനെ ചിന്തിച്ചേ ഉള്ളൂ. വിമർശിക്കും പോലെ പരസ്പരം നോക്കി. മൂളി ഖിബിലയിൽ നിന്ന് തെറ്റിയതും ഈ വിഷയത്തിൽ പരിചാരകൻ വരുത്തിയ വീഴ്ചയുമാണ് നോട്ടത്തിന് കാരണം. ഈ വന്നോര് നോക്കാൻ കാരണം എന്താ? മൂളി ഖിബിലയിൽ നിന്ന് തെറ്റിയിട്ടായിരിക്കണത്. പിന്നെ ഭൃത്യൻ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിരുന്നു. മൂപ്പരെ ശരിക്ക് വെക്കേണ്ടതല്ലേ? ശൈഖവറുകൾ ഗ്രന്ഥം അവിടെ വെച്ചു. ഇവരിത് ചിന്തിച്ചിട്ടേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് ശൈഖിന്റെ കയ്യിലുള്ള കിതാബ് അവിടെ വെച്ചു. ശൈഖുമാരെ ഒന്ന് നോക്കി, പരിചാരകനെയും നോക്കി. ശൈഖുമാരൊന്നും അങ്ങനെ നോക്കി, പരിചാരകനെ ഒന്ന് നോക്കി. ആ നോട്ടത്തോടെ പരിചാരകൻ മരിച്ചു വീണു. ഭൃത്യനെ ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ, ആ എടുക്കണം, മൂപ്പര് ക്ലോസ്. പിന്നീട് മൂളിയെ നോക്കി. കിബില തെറ്റിയിരിക്കണ മൂളി ഉണ്ടല്ലോ, പാവം മൂളിയെ നോക്കി. ഉടനെ അത് കിബിലയിലേക്ക് സ്വയം തിരിഞ്ഞു. എന്നാ പിന്നെ അന്നോട്ടെ ഈ പരിചാരകനെ നോക്കിയിട്ട് ഈ മൂളി ഇടിപ്പിച്ചാ പോരെ? അയ്യേ ഇതില്ല. മൂപ്പരൊരു നോട്ടം നോക്കി, പരിചാരകൻ അവിടെ വീണു, മരിച്ചു. കിബിലയിൽ നിന്ന് തെറ്റിയിരിക്കുന്ന മൂളിനെ ഒന്ന് നോക്കി. മൂളി നേരെ കൃത്യമായിട്ട് കിബിലയുടെ നേരെ മൂപ്പരാണ് തിരിഞ്ഞിരുന്നു. ഇതാണ് ഇപ്പൊ കഥ. നിങ്ങൾ നോക്കൂ, എന്താണ് ഇപ്പൊ ഇതിന്റെയൊക്കെ? കൃത്യമായി ഒരാളെ കണ്ട് നോക്കുകയാണ്, നോക്കിയിട്ടാണ് കൊല്ലുകയാണ്. ഒരാളെ നോക്കിയിട്ടാണ് കൊല്ലുക. എത്ര എളുപ്പമുള്ള പരിപാടിയാണെന്നറിയോ? വെറുതൊന്നുമില്ല. എന്തെല്ലാം ഇതിൽ അന്ധവിശ്വാസം കുത്തിവെച്ചു. വന്ന ഈ ശൈഖുമാരുടെ മനസ്സാര് വായിച്ചു? ജീലാനി വായിച്ചു. ഒന്ന്, അദൃശ്യമറിയും വരുന്നവന്റെ മനസ്സ് വായിക്കാൻ കഴിവുണ്ട്, പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് പരിചാരകനെ നോക്കി ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ തന്നെ കൊല്ലാൻ പറ്റും.
അതിന് ചങ്ങാതിന്റെ ഇതിലൊരു വിശദീകരണം കൊടുക്കുന്നത്. കണ്ണേറെ ഔലിയാക്കന്മാരെ കണ്ണ് അള്ളയുണ്ടായ മരിക്കണം വിചാരിച്ചു നോക്കിയാണ് മരിക്കുന്നു. അവരെ കണ്ണേർ ഭയങ്കര ഭീകരാണ്. ഔലിയാക്കന്മാരെ അങ്ങനത്തെ കണ്ണേർ ഓൽക്ക് ഉണ്ടാകാൻ പറ്റുമോ? ഇവര് ആരിനേൽ നോക്കിയാൽ പിന്നെ ഇവരാണ് മരിച്ചു വീഴൂലേ? ഇവരെ മുമ്പിൽ ഇനി ഒരാളെ നോക്കാൻ കിട്ടുമോ? അപ്പൊ ഇതാണ് ഈ കോലത്തിൽ. ഒരാളെ നോക്കിയാണ് കൊന്നു, മൂളിയെ ഉദ്ദേശിച്ച സ്ഥാനത്തേക്കാണ് തിരിച്ചു വെച്ചു. നിങ്ങൾ നോക്കൂ, ഈ സമുദായത്തെ കൊണ്ട് വിശ്വസിപ്പിക്കുക, ഈ സമുദായത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ, അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളാകുന്ന സഹാബത്തിന്റെ നേരെ ശത്രുക്കൾ എത്ര തവണ വന്നിട്ടുണ്ട്, അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയത്ത് വരെ സ്വൈരം കൊടുക്കാതെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയിട്ടുണ്ട്. ബീവിയായ ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹ അത് വലിച്ചു വാരി എറിഞ്ഞിട്ടുണ്ട്. ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹ കറാമത്തുള്ള വലിയത്തായ സഹോദരിയല്ലേ? അതുപോലെ തന്നെ മഹാന്മാരായ എത്രയോ സഹാബാക്കളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുത്തിട്ടില്ലേ? ആ ശത്രുക്കളെയൊക്കെ കൊന്നുകളയാൻ, അവരുടെ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയിട്ട് കൊല്ലാൻ ഒരൊറ്റ സഹാബത്തിനും കഴിഞ്ഞിട്ടില്ലല്ലോ. മഹാന്മാരായ അമ്പിയാക്കൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. എത്രയോ അമ്പിയാക്കന്മാരെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. ബനു ഇസ്രായേൽക്കാരെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എത്ര നന്ദി കെട്ടവരാണ് ജൂതന്മാരെ നിങ്ങൾ, എത്ര നന്ദി കെട്ടവരാണ് ഇസ്രായേൽ മക്കളെ നിങ്ങൾ. നിങ്ങൾക്ക് എത്ര അമ്പിയാക്കളാ വന്നത്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്തത്? നന്ദി കാണിക്കുന്നതിന് പകരം ആ അമ്പിയാക്കളെ പറഞ്ഞയച്ച നാഥനോട് നിങ്ങൾ നന്ദി കാണിക്കേണ്ടതിന് പകരം നിങ്ങൾ നന്ദികേട് കാണിച്ചുകൊണ്ട് അന്യായമായി എത്ര നബിമാരെയാണ് അവർ കൊന്നുകളഞ്ഞത്? എത്രയോ നബിമാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ യഹ്യാ നബി അലൈഹിസ്സലാം, അങ്ങനെ പല നബിമാരെയും ഈർച്ചവാള് കൊണ്ട് ഈർന്ന് മുറിച്ച് രണ്ട് കഷ്ടമാക്കി കൊന്നുകളഞ്ഞിട്ടില്ലേ? രണ്ട് പൊളിയാക്കി തള്ളി മരിപ്പിച്ചിട്ടുണ്ടവർ, കൊന്നുകളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആ അമ്പിയാക്കളുടെ ഒന്നും കണ്ണുകൾക്കില്ലാത്ത ഒരു പവർ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾക്കില്ലാത്തൊരു പവർ ശൈഖ് ജീലാനി അതാ. അതും ഒരു ശത്രു പോലുമല്ല, ഒരു അപരാധം ചെയ്തിട്ടില്ല, ഒരു മൂളി കിബിലയുടെ നേരെ വെക്കുന്ന ഒരു തെറ്റിപ്പോയി എന്ന ഒരു നിസ്സാരമായ സംഗതി ഇനി അത് അവർക്കൊരു വാജിബാണെങ്കിൽ തന്നെയും അത് നോക്കിയിട്ട് അപ്പാവത്തെ കൊന്നുകളയാൻ എന്തേ ഒരു അക്രമം ആ മനുഷ്യൻ ചെയ്തത്? ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങളുടെ വരികളാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഇത് വായിച്ചുകൊണ്ട് സഹോദരിമാര് വിചാരിക്കുന്നു, സഹോദരന്മാര് വിചാരിക്കുന്നു, ഇതിലൊക്കെ പ്രധാനം ആ വന്ന ശൈഖുമാര് ചിന്തിച്ചപ്പോഴേക്ക് ജീലാനി അത് കണ്ടല്ലോ. അവരുടെ മനസ്സിലെ ആശയം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഉടനെ പ്രവർത്തിച്ചില്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങളും പറയേണ്ട ആവശ്യമില്ല. ചിന്തിച്ചാൽ തന്നെയും ജീലാനി അത് കേൾക്കും, കാണും, അറിയും, സഹായിക്കും. വേണ്ട നടപടികൾ ഉടനടി എടുക്കുന്നതാണ്. ഈ ചിന്തയോടുകൂടിയാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത്. ഇനി ജീലാനിയുടെ പ്രത്യേകത നോക്കൂ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഒരാളെ ഇസ്ലാമാക്കാൻ യാതൊരു പ്രശ്നമല്ല. 100, 700, 100 ആൾക്കാരെ ഒറ്റയടിക്ക് ഇസ്ലാമാക്കും, ഇസ്ലാം എന്ന് പുറത്താക്കും. അതല്ലേ മുമ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയനവർക്കാനു വാദം കൊടുത്തോവർ. ഇവിടെ മറ്റൊരു വരി നോക്കൂ. അപ്പോൾ കൂലം പൂക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. അപ്പങ്ങടി ഇസ്ലാമിലേക്ക് വന്ന ഒരു ക്രിസ്ത്യാനി, ക്രിസ്ത്യാനിയുടെ കോലൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നല്ല കട്ട മീശ, നീണ്ട മീശ, ഭയങ്കര മീശയാണ്, താടിയൊന്നുമില്ല, ക്ലീൻ ഷേവ്. ഒരുത്തൻ കയറി വന്നു, ഷഹാദത്ത് കലിമ ചൊല്ലി. അപ്പൊ ഒരു ക്രിസ്ത്യാനിയാണ്. അയാൾ എന്ത് ചെയ്തു? അപ്പങ്ങടി ഇസ്ലാമിലേക്ക് അയാൾ കടന്നു വന്നിട്ടേ ഉള്ളൂ. അയാളെ 1ാം സ്ഥാനത്തിരുത്തി. ഏതായി 1ാം സ്ഥാനം? അബ്ദാലന്മാരുടെ മർത്തവ. അബ്ദാലി എന്ന് പറഞ്ഞാരാ? ഇതൊക്കെ ഇവരുടെ ഓരോ പ്രത്യേക പേരുകളാണ്. ഈ ലോകം നിയന്ത്രിക്കുന്നത് അദൃശ്യ പുരുഷന്മാരാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അദൃശ്യ പുരുഷന്മാർ, അതിന്റെ ഏറ്റവും ലീഡറാണ് ശൈഖ് ജീലാനി ഖുത്ബുൽ അഖ്താബ്.
ഗൗസുൽ ആദം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹത്തിന്റെ കീഴിൽ പാർലമെന്റർ വകുപ്പിൽപ്പെട്ട വിവിധ ഭരണാധികാരികളായിക്കൊണ്ട് 40ഓളം നുഖബാവുകൾ, അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമായി ഔത്താദുകൾ, അങ്ങനെ പല ആളുകളുണ്ട്. ഇവരുടെ ഒരു പാർലമെന്റാണ്. ലോകം ഇങ്ങനെ താങ്ങി നിർത്തുകയാണ്. ഇവരെ അച്ചുതണ്ടുമല ലോകം കറങ്ങുന്നത്. ഇവരാണെല്ലാം തീരുമാനിക്കുന്നത്. ഇവരുടെ കോൺഫറൻസ് ആണ് ഒരു ദിവസത്തിൽ ഓരോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഏത് ഭാഗത്താണ് കോൺഫറൻസ് നടക്കുന്നത് എന്നതിന് ഇവർക്ക് സൂചനാ ബോർഡുകളും ഫലകങ്ങളും വൃത്തങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ മുമ്പൊരിക്കൽ കാണിച്ചിട്ടുണ്ടത്. അവിടേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആവശ്യ നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവരോടാണ് ദുആ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഏറ്റവും ടോപ്പ് ലീഡർമാർക്കാണ് അബുദാലിങ്ങൾ എന്ന് പറയാ. അബുദാലി എന്ന് പറഞ്ഞാൽ തന്നെ ബദൽ എന്നുള്ളതാണെന്ന് അവർ പറയുന്നത്. ഒരാൾ മരിച്ചാൽ ആ സ്ഥാനത്ത് ഉടനെ തന്നെ മറ്റൊരാളെ നിയമിക്കും. ഇതുപോലെ ഒരു MLA മരിച്ചാൽ ആ നിയമസഭാ മണ്ഡലത്തിലേക്ക് വേറെ MLA നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമല്ലോ, MP-യുടെ സ്ഥാനത്തേക്കൊക്കെ. ഇതേപോലെ ഇങ്ങനെ ഇവർക്ക് ഓരോ വകുപ്പുകളുണ്ട്. ഇവരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉന്നതമായ മർത്തബയിലേക്ക് ഇയാളാക്കുകയാണ്. അതെങ്ങനെയാണ്? അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കുലം പുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. എന്താ അതിൽ പറയുന്നതെന്നറിയോ? ഷെയ്ഖ് ജീലാനി ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ആ സ്ഥലത്ത് മുരീദും കണ്ടു. ഒരു മുരീദുമുണ്ട്, ഷെയ്ഖിന്റെ പിന്നാലെ പോകുന്നു. അപ്പൊ എങ്ങനെ ഈ ഷെയ്ഖ് പോണോടത്തേക്കൊക്കെ മുരീദ് പോകുക? ഷെയ്ഖ് ഉന്നതമായ ഒരു ലോകത്തേക്കാ പോയത്. അവിടേക്ക് ഈ മുരീദിന് പ്രവേശനമല്ല. എന്നാലും പ്രവേശനം കിട്ടിയത് എങ്ങനെയാണ് ഇതിൽ വിശദീകരണം പറയുന്ന ആൾ പറയുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്പീഡിൽ ലോറിയോ ബസ്സൊക്കെ പോകുമ്പോ അതിന്റെ പിന്നാലെ കുറെ ഇലയും കടലാസൊക്കെ പാറുന്നിട്ടില്ലേ? ഔദ്യോഗികമായി പോകുന്നത് ബസ്സും കാറും വണ്ടിയൊക്കെ ആണെങ്കിലും പിന്നാലെ അതിലൊന്നും പെടാത്ത ചില ചപ്പു ചവറും പറക്കലില്ല പിന്നാലെ. എന്താ വ്യാഖ്യാനം? മുഹീദ്ദീൻ ഷെയ്ഖ് എത്തിപ്പെട്ട സ്ഥാനത്തേക്ക് ഇയാൾ ഈ സാധാരണക്കാരൻ എത്തിയത് എങ്ങനെയെന്ന് പറഞ്ഞു തരിക നമുക്ക്. നല്ല ഉദാഹരണമാണ്. കേട്ടുമ്പോൾ നല്ല കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് നല്ല മനസ്സിലാവുന്ന ഉദാഹരണം. അതിങ്ങനെ റോട്ടിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ സ്പൂന്ന് കാറാണ് പോകുമ്പോൾ കാണാം പിന്നെ ഈ പെപ്സി കുപ്പിയും അതേമാതിരി തന്നെ കടലാസൊക്കെ പിന്നാലെ പായിന്. ഇത് പാഞ്ഞ് ലക്ഷ്യസ്ഥാനത്തെത്തോളം പായലുണ്ടോ നമ്മളാരും കണ്ടില്ല. ഒന്നും കൂടെ ഇളകുക എന്നല്ലാതെ അതിന്റെ പിന്നാലെ ഇവിടുന്നാണ് തുടങ്ങിയത്. ഷാർജയിൽ നിന്ന് തുടങ്ങിയ കുപ്പിക്കഷ്ണം അബുദാബി പോയിട്ട് നിൽക്കുന്നുള്ളത് അത് ഇവരെടുത്ത് പുതിയ ഇൽമ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരെ വ്യാഖ്യാനേ. അതാ ഈ സാധനത്തിന് ഇത്ര കട്ടി. ഇങ്ങനത്തെ തഫ്സീർ അതിലുള്ളത് നോക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതിലിങ്ങനെ. അപ്പൊ ഇയാള് പിന്നാലെ കേറിയപ്പോ എന്താ കാണുന്നത്? ഷെയ്ഖ് അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ 6 ആൾക്കാരുണ്ട്. ഒരാൾ ഇങ്ങനെ ജീവൻ പോകാനായിക്കണേ. 6 ആളുള്ള ഒരു സ്ഥലത്തേക്കാണ് മുഹീദ്ദീൻ ഷെയ്ഖ് കയറി ചെല്ലുന്നത്. സ്ഥലം ഏതാണെന്ന് മുരീദിന് അറിഞ്ഞൂടാ. മൂപ്പരും പിന്നാലെ കരിയില പോലെ കയറിയതാ. കയറി ചെന്ന് നോക്കുമ്പോ 6 ആളിങ്ങനെ ഉണ്ട്, നല്ല ഗംറ്റന്മാര്. ഒരു അപ്പുറത്തുനിന്ന് ഒരു റൂമിൽ നിന്ന് ഒരു ഞെരക്കം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞെരക്കം കേട്ട് കുറെ കഴിഞ്ഞേക്ക് ആ ഞെരക്കാണ്ട് അവസാനിച്ചു. ഞെരക്കം അവസാനിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ റൂമിൽ നിന്ന് ഒരാളൊരു മയ്യത്തും തോളിലിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണ് കണ്ടത്. അപ്പൊ അയാൾ പുറത്തു പോയി. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചു അതെന്താ സംഭവം? അത് ഖിദിർ നബിയാന്ന് അറിഞ്ഞു. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? ആ പോയത് ഖിദിർ നബിയാ. തോളിലാരാ ഒരു മയ്യത്ത്. അത് 7 അബ്ദാലിങ്ങൾ ഉണ്ടായിരുന്നു ലീഡർമാർ. ഇവിടെ അതിൽ 1 കാറ്റുപോയതാ. അയാളെ മയ്യത്താ കൊണ്ടുപോയത്. അപ്പൊ കഥക്ക് എന്തായി? 7 അബ്ദാലിങ്ങളുടെ സ്ഥാനത്തേക്ക് ഒരാളുടെ കമ്മിണ്ട്. അവിടേക്ക് പാർട്ടിയിൽ ആളെ നിയമിക്കാൻ വന്നതാ ജീലാനി അദൃശ്യ ലോകത്തേക്ക്. കൂടെ കരിയില പോലെ പിന്നാലെ കയറിയതാ മുരീദ്. അപ്പോൾ ആ സംഭവം കാണുന്നത്. അവിടെ എത്തിയപ്പോ അവിടെ അങ്ങനെ ഇരുന്നു. ഇപ്പൊ 6 ആളുകൾ ഒരാളുടെ പോസ്റ്റ് ഒഴിവാ. അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നു. അയാളുടെ കോലാണ് പറഞ്ഞത് നീണ്ട മീശ, താടിയൊക്കെ ക്ലീൻ ഷേവ്. അങ്ങനെ വന്നു. ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി വന്നിട്ട് എന്ത് പറഞ്ഞു? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുമ്പിൽ വന്ന് ഷെയ്ഖ് 2 ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ തലമുടിയും മീശയും വെട്ടി. എന്നിട്ട് ഷെയ്ഖ് അദ്ദേഹത്തിന് ഒരു തലയുറ ധരിപ്പിച്ചു. മുഹമ്മദ് എന്ന പേരും വിളിച്ചു. എന്നിട്ട് മേൽ പറഞ്ഞ 7 പേരോട് ഷെയ്ഖ് പറഞ്ഞു, മരിച്ചയാൾക്ക് പകരം ഇദ്ദേഹത്തെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ടോപ്പ് മർത്തബയിലേക്ക് ഇപ്പം അങ്ങോട്ട് മുസ്ലിമായ ക്രിസ്ത്യാനിനെ അണ്ട് കയറ്റാണ്. ഉന്നതമായ ഔലിയാക്കന്മാര് ദർജയാണ് ഇവരുടെ അബ്ദാലിങ്ങൾ എന്ന് പറഞ്ഞാൽ. ലോകം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരവര്. അവിടേക്കാണ് ഇപ്പൊ ഷഹാദത്തി എല്ലിയെ ക്രിസ്ത്യാനിയാണ് കയറ്റുന്നത്. പിന്നീട് ഷെയ്ഖ് തിരിച്ചു പോന്നു. സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ സംഭവം ഷെയ്ഖ് വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്താ ഷെയ്ഖ് എന്നിട്ട് പറയും ചെയ്തിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ കഥ ആരോടും ദയവായി പറയരുത്. മൂപ്പര് ഷെയ്ഖ് മരിച്ചതിന്റെ ശേഷം പറഞ്ഞ് എന്തായാലും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഇസ്ലാമാക്കുക, ഒരാളും കൂടെ അതിന് പുറത്താക്കുക, ഉന്നതമായ പദവി ഒരു സെക്കൻഡ് നേരത്തേക്ക് തന്നെ കൊടുക്കുക, അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. അതിന് വേറൊരു ഉദാഹരണം കൂടി സഹോദരന്മാരെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു പ്രശ്നവും ആ വിഷയത്തിലില്ല. എത്ര ആളെ വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇസ്ലാമിലേക്ക് ആക്കും. ഇസ്ലാമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കത് യാതൊരു വിഷയവുമല്ല. നിങ്ങൾ നോക്കൂ, ഹജ്ജിനായി പോകുമ്പോൾ വയ്യുന്നൊരുത്തനെ
കണ്ട് നീ ആരെന്ന് ചോദിച്ചതെന്നോവർ. ശൈഖ് ജീലാനി ഹജ്ജിന് പോകുമ്പോ ബയ്യെന്നൊരുത്തനെ കണ്ടു, നീ ആരെന്ന് ചോദിച്ചോവർ. ബയ്യെന്നൊരുത്തനെ കണ്ടപ്പോ ആരാന്ന് ചോദിച്ചു. അവനങ്ങൂരത്ത് ഞാൻ വലുതായ കള്ളനാം, ഉടനെ വലിയാക്കി പറപ്പിച്ച് വിട്ടോവർ. ഇത് കള്ളനാ, ഞാൻ ഔലിയാക്കി കഴിഞ്ഞു, പറപ്പിച്ചു. ഔലിയാക്കലും പറപ്പിക്കലും കഴിഞ്ഞു. ഇവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഔലിയസ്ഥാനൊക്കെ ഇവരെ കയ്യിലാണേ, ഇവരാണ് കൊടുക്കേണ്, അള്ളാന്റെ ഔലിയാക്കാണ്. എന്നിട്ടോ ഔലി ആയപ്പോൾ തന്നെ ഉഗ്രം കറാമത്ത പറക്കലാണ്, പറപ്പിച്ചു വിട്ടൂരാണ്. മാത്രമല്ല, ഇനി കേട്ടോളി, 700 പുരുഷരെ ബലഭാഗം തന്നിലും, അതുപോലെ 700 സിറികൾ ഇടഭാഗം, നിർത്തിയവരെ ഒരു നോട്ടത്താൽ വേഗമേ നിലപാടും നല്ല വീലായത്തിലാക്കിയോർ. 700 പുരുഷന്മാരെ വലഭാഗത്ത്, 700 സിറികളെ ഇടഭാഗത്ത്, പുരുഷന്മാരും സ്ത്രീകളും വലതും ഇടതുമായിട്ട് 700 വീതം നിർത്തി അവരെ ഒരു നോട്ടത്താൽ വേഗമേ നിലപാടും നല്ല വിലായത്തിലാക്കിയോ. 1400 ഔലിയാക്കന്മാർ ഒറ്റ സെക്കൻഡ് കൊണ്ട് മെഹ്ദി ശൈഖ് ഉണ്ടാക്കുകയാണ്. നോക്കണം, എന്താ കഴിവ് നോക്കി നിങ്ങൾ. ഈ നിലക്കാണ് ഇവര് വിലായത്ത് കൊടുക്കുന്നു, മുസ്ലിമാക്കുന്നു, ഇസ്ലാം ഔട്ടാക്കുന്നു, വിലായത്ത് തകർക്കുന്നു, തരിപ്പിച്ചു കളയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയുന്നു. ഇനിയോ, നീ പറയുന്ന കഥ എന്താ? മുട്ടിപ്പാനായി മുതിർന്ന ശൈഖന്മാരെ മറപ്പിച്ച് പിന്നെ തിരിച്ച് കൊടുത്തോവര്. മുഹീദ്ദീൻ ശൈഖിനെ വന്ന് മുട്ടിപ്പാനായി കുറച്ച് പണ്ഡിതന്മാർ വന്നു. 100 ആളാ വന്നത്. 100 ആള് മുഹീദ്ദീൻ ശൈഖിനെ മുട്ടിപ്പാനായി വന്നു. മുട്ടിപ്പാനായി വന്നപ്പോ ഒരു വന്നിങ്ങനെ ഇരുന്നേ ഉള്ളൂ മജ്‌ലിസിൽ. ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല, ചോദ്യം ചോദിക്കൽ തുടങ്ങിയിട്ടില്ല. 100 ആള് വന്ന് ഇരുന്നിക്കണ ശൈഖിന്റെ മജ്‌ലിസിൽ. തരം മുട്ടിക്കാനാ വന്നത്. അപ്പോഴേക്ക് ശൈഖ് ഇവരങ്ങനെ കണ്ടപ്പോ ഒന്നും വേണ്ടില്ല, തലേന്ന് താഴ്ത്തിയാണ്. തല താഴ്ത്തിയപ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിന്നൽ പിണർ, ഒരു പ്രകാശാണ് പോകുന്നുണ്ട്. അതാണ് പോയിട്ട് ആ ഇരിക്കണ 100 ആളെ ഹൃദയത്തിലേക്കുമാണ് ചെന്നാണ് മിന്നിയാണ് പോകുന്നുണ്ട്. അതോടുകൂടെ 100 ആളുടെയും നാക്കൊന്നിച്ചു എന്നാതി പറയുന്നത്. 100 ആൾക്ക് പിന്നെ മിണ്ടാട്ടല്ല എന്ന് മാത്രല്ല, പിന്നെ അവർക്കൊന്നും അറിയില്ല. പഠിച്ച ആലിമീങ്ങളാണ്. പഠിച്ചവർക്കല്ലാതെ അവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ, പരീക്ഷിക്കാൻ വരാൻ പറ്റുമോ? 100 ആൾക്കും പിന്നെ ഒന്നും അറിയില്ല, ഒരു ഫാത്തിഹ ഓതാൻ വരെ അറിയില്ല. ഇവർക്കൊന്നും അറിയില്ല, എവിടെയെന്നും അറിയില്ല. അവസാനം ഇവർ തപ്പിത്തടഞ്ഞു 100 ആളും കൂടെ പോയിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ കാലിന്റെ ഓട്ടിൽ 100 തല അവിടെ ഇങ്ങനെ സുജൂദിലായിട്ട് ഇങ്ങനെ കിടന്നു. അപ്പോ ശൈഖ് എന്ത് ചെയ്തു? ഓരോരുത്തരും കണ്ട് നീപ്പിച്ചിട്ട് തന്റെ മാറോട് അണക്കി പിടിച്ച് ഹൃദയത്തോടും ചേർത്തിയിട്ടാണ് വിട്ടിട്ട് പറഞ്ഞു, നീ വിചാരിച്ച ചോദ്യം ഇന്നതായിരുന്നില്ലേ, അതിന്റെ ഉത്തരം പിടിച്ചോ. അവനാണ് മാറ്റി. രണ്ടാമത്തോനാണ് പിടിച്ചു, തന്നോട് ചേർത്ത് നിർത്തി, ഈ വിചാരിച്ച ചോദ്യം ഇന്നതല്ലേ എന്നോട് ചോദിക്കാൻ, അതിന്റെ മറുപടി പിടിച്ചോ പോ. മൂന്നാമത്തോനാണ് പിടിച്ചു, 100 ആളെയും പിടിച്ച് മാറോട് ചേർത്ത് അവര് വിചാരിച്ച ചോദ്യവും ഉത്തരമൊക്കെയാണ് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്തായി? അവര് പറയണേ, ആ സന്ദർഭത്തിൽ ഞങ്ങൾക്കുണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് 100 ആളും വിശദീകരിക്കണം. എന്താണെന്നറിയോ? ഒരു മിന്നൽ പിണർ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോ ഇയാൾ ഫൈസി അതിന് വിശദീകരിക്കുന്നത് ഒരു റേഡിയേഷനാണ് വന്നു എന്നാണ്. റേഡിയേഷൻ ഓപ്പറേഷൻ, റേഡിയോ ഓപ്പറേഷൻ ഒക്കെ ഇയാൾ വിശദീകരിക്കുന്നത്. അവിടെ വന്നപ്പോഴേക്ക് ഇവരുടെ ഇൽമൊക്കെ പോയി, വീണ്ടും കണക്ട് ചെയ്യപ്പെട്ടു. അപ്പോഴേക്ക് എല്ലാ പോയ ഇൽമും ഇങ്ങോട്ട്. ഇങ്ങനെ മുഹീദ്ദീൻ ശൈഖ് അപ്പൊ എന്താ ഇതിലൊക്കെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇൽമും പോവും, ഒക്കെ പോകുന്നതാണ്. അത് പറഞ്ഞു പേടിപ്പിക്കാനാണ്. അതാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും കളവാക്കിയാൽ, എന്താണ് പറഞ്ഞത്? ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും പൊയ്യെന്ന് ചൊല്ലുകിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊയ്യാണ് എന്നാരെങ്കിലും ചൊല്ലുകിൽ, അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവറി. ഇതിൽ പറഞ്ഞൊക്കെ കളവാന്ന് പറഞ്ഞാൽ അപ്പോളെ കൊല്ലുന്ന, അപ്പോളോ അല്ല, അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. അപ്പൊ കൊല്ലും നമ്മളവനെ, അവന്റെ എല്ലാം നശിക്കും. ഇതൊക്കെ വിശ്വസിച്ചോളെന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഈ പണ്ഡിതന്മാരുടെ ഇൽമ് കുറച്ചു നേരത്തേക്ക് ഇൽമു മുപ്പരാണ്ട് ഊരിടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് ഇൽമാണ് കൊടുത്തു. അങ്ങനെ അവരുടെ ഹൃദയം വായിക്കാനും ഹൃദയത്തിലെ ഇൽമ് പറിച്ചറിയാനും പിന്നീട് വീണ്ടും ആ സ്ഥാനത്തേക്ക് ഇൽമ് നടക്കാനും അതൊക്കെ ശൈഖ് ജീലാനിക്ക് കഴിയും എന്നാണ് ഇതിൽ വിശ്വസിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, 700 ആളെ വലഭാഗത്തും 700 ആളെ ഇടഭാഗത്തും ഒക്കെ ആയിട്ട് ഹിദായത്ത് കൊടുക്കുകയാണ് ശൈഖ് ജീലാനി. കള്ളനെ പിടിച്ചിട്ട് പറയണ ഔലിയാക്കി പറപ്പിച്ചു വിടുകയാണ് ശൈഖ് ജീലാനി. ക്രിസ്ത്യാനിയുടെ മുസ്ലിമായ ഉടനെ തന്നെ അവൻ അബ്ദാലിന്റെ ടോപ്പിലേക്ക് ഉയർത്തുകയാണ് ശൈഖ് ജീലാനി.
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ നിഴൽ പോലെ പിന്തുടർന്ന് തനിക്ക് സഹായവും താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് ഒന്ന് മുസ്ലിമായി കിട്ടാൻ കൊതിച്ച കൊതി എത്രയാണ്. അവിടുന്ന് എത്ര ആശിച്ചു സഹോദര. അബൂ താലിബ് തന്റെ പ്രിയപ്പെട്ട ആ പിതൃവ്യനൊന്ന് മുസ്ലിമായി കാണാൻ എല്ലാ അവസരത്തിലും അവിടുന്ന് പറയും, യാ അമ്മി, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. അബൂ താലിബ് കൂട്ടാക്കിയില്ല. ആരംഭ റസൂല് നിരാശയുണ്ടായില്ല. ഓരോ സന്ദർഭത്തിലും പറയേണ്ടപ്പോഴൊക്കെ പറഞ്ഞു നോക്കി. അവസാനം അറിഞ്ഞു, അതാ അബൂ താലിബ് മരിക്കാൻ അടുത്തിരിക്കുന്നു, രോഗശയ്യയിലാണെന്നറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ അബൂ താലിബ് മരണവക്ത്രത്തിൽ കിടന്ന് പടയുന്ന രംഗമാണ്. തലഭാഗത്തും വലഭാഗത്തും ഇടതുഭാഗത്തുമൊക്കെയായിട്ട് അബൂജഹലുണ്ട്. അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരായ ഖുറൈശികളുടെ പല നേതാക്കന്മാരും ചുറ്റുഭാഗത്തും ഇരിപ്പുണ്ട്. ആ സന്ദർഭത്തിലാണ് പുന്നാര നേതാവ് അവസാനത്തെ ശ്രമവും നടത്തി നോക്കുകയാണ്. യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ, ഒരു വാക്ക് പറയൂ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, ഒരു വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്കൊന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ, പടച്ച തമ്പുരാന്റെ കോടതിയിൽ എനിക്ക് അങ്ങേക്ക് വേണ്ടി കെഞ്ചി നോക്കാമല്ലോ. അവിടുന്ന് ആശിച്ചു, മോഹിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്തതാ ഖണ്ഡന നടത്താൻ പ്രാവീണ്യം നേടിയിട്ടുള്ള മുശ്രിക്ക് നേതാക്കന്മാര് അബൂജഹല് കൂട്ടത്തിലുണ്ട്, നേതാക്കന്മാര് കൂട്ടത്തിലുണ്ട്. അവര് ചോദിക്കുകയാണ്, അത്തർഗബു അൻ മില്ലത്തി അബീക അബ്ദുൽ മുത്തലിബിന്റെ ആശയത്തിലും ആദർശത്തിലും ഒക്കെ ആയിട്ട് ഇക്കണ്ട കാലം ഈ മക്ക രാജ്യത്ത് പേരും പ്രശസ്തിയും ഉണ്ടായി നടന്ന അബൂ താലിബേ, ഈ പുതിയ പ്രസ്ഥാനത്തിലെ ഈ ചെറുക്കന്റെ വാക്ക് കേട്ടിട്ട് ഈ അവസാന നിമിഷം നിങ്ങളാ പാരമ്പര്യം വിടുകയാണോ? നമ്മുടെ ബാപ്പമാരുടെ ദീന് വലിച്ചെറിയുകയാണോ? അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു പോകരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോകരുത്. ആദർശത്തിൽ അടിയുറച്ചു നിന്നോ. ഈ ചെറുക്കന്റെ വാക്ക് വലിച്ചെറിഞ്ഞോ? അബൂജഹിൽ ഖണ്ഡന പ്രസംഗം നടത്തുന്നു. മഹാനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവൻ ഖണ്ഡനം നിർത്തിയപ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ, ഒരു വാക്ക് പറയൂ, ഒന്ന് വിശ്വസിച്ച് മരിക്കൂ. നബി തങ്ങളുടെ വല്ലാത്ത മോഹമാണ്, ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. തനിക്ക് താങ്ങും തണലുമായ അബൂ താലിബ് നരകത്തിൽ പോകരുതെന്ന ഉത്കടമായ ആഗ്രഹത്തോടുകൂടി നമ്മുടെ നേതാവ് ക്ഷണിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. അബൂ താലിബിന്റെ ഖണ്ഡനം അബൂ താലിബിന്റെ കക്ഷികൾ പിന്നെയും നടത്തുന്നു. അതിൽ മയങ്ങി വീണ് അതിൽ വിശ്വസിച്ചുകൊണ്ട് അബൂ താലിബദാ അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ആദർശത്തിൽ തന്നെയാ എന്നും പറഞ്ഞ് കാഫിറായി മരിച്ചു പോകുന്നു. പുന്നാര നേതാവിന്റെ ആഗ്രഹം അവിടെ നടന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹമാ നടക്കാതെ പോയത്. ഞാനും നിങ്ങളും ആഗ്രഹിച്ചതുപോലെയാണോ? ഈ നേതാവിന്, നമ്മുടെ നേതാവിന് കുടുംബക്കാരുള്ള ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അഗ്നി തട്ടുന്നത് ആഗ്രഹമുള്ള നേതാവാണോ? അതിഷ്ടപ്പെടുന്ന നേതാവാണോ? സർവ മനുഷ്യർക്കും ഗുണത്തിനായി നിയുക്തനായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ജന്തുക്കളോട് വരെ കാരുണ്യം കാണിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചുപോയി, അബൂ താലിബ് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയൊന്ന് മുസ്ലിമായെങ്കിൽ എന്നാശിച്ചു. അതിനുവേണ്ടി ആഗ്രഹിച്ചു, നടന്നില്ല, കാഫിറായി മരിച്ചുപോയി. ആ സന്ദർഭത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി എവിടുത്തെ താടിയിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതാ റബ്ബ് സമാധാനിപ്പിക്കുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ,
നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ, നീ ഇഷ്ടപ്പെട്ടവരെ നേർവഴിയിലാക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല കേട്ടോ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. എന്തൊരാഗ്രഹം പുന്നാര റസൂലിന്, എന്തൊരു മോഹം പുന്നാര റസൂലിന്. നടന്നില്ല, ആഗ്രഹം നടന്നില്ല. കാരണം ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളയാണ്. ലോക മുസ്ലിമീങ്ങൾ അതാ 17 തവണ നിർബന്ധമായി നിസ്കാരത്തിന് കൈകെട്ടിനാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. 2 സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിന്റെ ഇടയിൽ ഒരു സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന്റെ മുന്നോടിയായി അല്ലാഹുവോട് പറയുന്നുണ്ട്, നമ്മൾ വഹ്ദിനീ, നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ നമ്മളോട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പറയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? എന്താ കാരണം? ആ ഖൽബിന്റെ കൺട്രോൾ റബ്ബിന്റെ അടുക്കലാണ്. അതൊരു മനുഷ്യനും നൽകിയിട്ടില്ല. പുന്നാര റസൂലിനേക്കാൾ ലോകം കണ്ട ഒരു മഹാനായ പ്രതിഭാശാലി, ഒരു മഹാനായ മനുഷ്യൻ ഈ ലോകത്തിന്നേ വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം ഈ വിഷയത്തിൽ നടക്കാതെ പോയി. പക്ഷേ ശൈഖ് ജീലാനി അതാ 700 പുരുഷരെ വലഭാഗം തന്നിലും 700 സിറികളെ ഇടഭാഗം തന്നിലും 2 ഭാഗത്തും ഇരുത്തിയിട്ട് 1400 എണ്ണത്തിന് ഒറ്റയടിക്കങ്ങ് ഹിദായത്തിന്റെ ടോപ്പിലേക്ക് ഉയർത്തിയിട്ട് വിലായത്ത് കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ട ആളുകളെ ടോപ്പ് മർത്തബയിലേക്ക് കൊടുക്കുന്നു. ഇസ്ലാമാണോ? മുസ്ലിമീങ്ങളെ ഇത് നമുക്ക് പാടാൻ പറ്റുമോ? ഇതൊഴിവാക്കാനാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പഠിച്ചൊരു മുസ്ലിമിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് അംഗീകരിക്കാൻ കഴിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നോമന പുത്രനതാ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ അല്ലാഹുവോട് കെഞ്ചി നോക്കുകയാണ്, യാ റബ്ബി ഇന്നബ്നീ മിൻ അഹ്ലി, എന്റെ പൊന്നുമോനതാ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നു റബ്ബേ, ഒന്ന് രക്ഷപ്പെടുത്ത് റബ്ബേ. നൂഹ് നബി എന്ന പിതാവിന്റെ ദുആ. അല്ലാഹ് എന്താ പറഞ്ഞത്? ആഗ്രഹം നടന്നോ? മകൻ കാഫിറായിട്ട് ആ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ, മുങ്ങിച്ചത്തുപോയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ രാത്രിയുള്ള ജീവിതവും ജീവിതമാസകലം പങ്കിട്ടിരുന്ന ഭാര്യ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ ആസറിന് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞോ? ആസിയത്ത് ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവായ ഫറോവക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ആശയില്ലാഞ്ഞിട്ടാണോ? മോഹമില്ലാഞ്ഞിട്ടാണോ? ഭർത്താവ് നരകത്തിൽ പോകണമെന്ന് ഏത് ഭാര്യ ആഗ്രഹിക്കുക? ഭാര്യ നരകത്തിൽ പോകണമെന്നൊരു സാധാരണക്കാരൻ ആഗ്രഹിക്കുമോ? എന്നിട്ടല്ലേ ഒരു നബി ആഗ്രഹിക്കൽ. ബാപ്പ നരകത്തിൽ പോകണമെന്നൊരു മകൻ ആഗ്രഹിക്കുമോ? മകൻ നരകത്തിൽ പോകണമെന്നൊരു ബാപ്പ ആഗ്രഹിക്കുമോ? ഇവരുടെ ഒന്നും ആഗ്രഹം നടന്നില്ലെന്നേ അർത്ഥം. പക്ഷേ ശൈഖ് ജീലാനിയെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത്, ഒരൊറ്റ നോട്ടം കൊണ്ട് ഒരാളെ ഹിദായത്തിലാക്കാനും പുറത്താക്കാനും ടോപ്പ് ലീഡർ സ്ഥാനത്തേക്ക് ഇസ്ലാമിന്റെ മർത്തബയിലേക്ക് ഉയർത്താനും ഒക്കെ കഴിയുന്നു. അവിടെയാ വിശ്വാസം തകരുന്നത്. അവിടെയാണ് നമ്മുടെ അഖീദക്ക് പോറലേൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളിലെ ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളെ തിരിച്ചറിയാനാണ് സഹോദരന്മാരെ നമ്മൾ ഈ അധ്വാനിക്കുന്നത്. നമ്മുടെ ശ്രമം ആ ഭാഗത്തുണ്ടാകണം. ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കുകയാണ്, ഇത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവരെ സഹോദര ബുദ്ധിയാ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ അപകടത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്താൻ ആവുന്നത് നമ്മൾ ചെയ്യണം. അത് നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടമയാണ്. റബ്ബിന്റെ കലാമായ ഖുർആനിനോടുള്ള ബാധ്യതയാണ്. മഹാനായ നബി തങ്ങളോടുള്ള ബാധ്യതയാണ്. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിനോടുള്ള ബാധ്യതയാണ്. അത് നിർവഹിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിത് അവസാനിപ്പിക്കണം. ഈ വിഷയത്തെ നിങ്ങൾ നന്നായി ഗ്രഹിച്ച് നമ്മുടെ ബാധ്യത നിറവേറ്റണം എന്ന് വളരെ സ്നേഹബുദ്ധിയ സഹോദരങ്ങളെ, ഇസ്ലാമികമായൊരു വികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും വീണ്ടും പെടുത്തുകയാണ്.